പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. ഇസ്രായേൽ സമൂഹം എലീമിൽ നിന്ന് പുറപ്പെട്ട് എലീമിനും സീനായ്ക്കുമിടയിലുള്ള സീൻ മരുഭൂമിയിലെത്തി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം മാസം 15-ാം ദിവസമായിരുന്നു അത്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാകോളും അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവൻ പട്ടിണിയിലിട്ട് കൊല്ലാനാണോ നീ ഞങ്ങളെ ഈ മരുഭൂമിയിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസവും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എൻ്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. 6-ാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തുകൊണ്ടിന്ന് ഒരുക്കി വെക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിച്ചതിൻ്റെ ഇരട്ടി ഉണ്ടാവും. പ്രിയമുള്ളവരെ, പിറുപിറുപ്പ് കൊണ്ട് നിരന്തരം മുന്നേറുന്ന ഇസ്രായേൽ ജനത്തെയാണ് നമ്മളിവിടെ കാണുക. ഓരോ സംഭവവും കഴിയുമ്പം ദൈവത്തെ സ്തുതിക്കുമെങ്കിലും വീണ്ടും കർത്താവിനെതിരെ പിറുപിറുക്കുന്ന സമൂഹം. അവർ മോശയ്ക്കും അഹ്റോനും എതിരായിട്ടാണ് പിറുപിറുത്തിരുന്നത്. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ആവലാതികൾ ഞാൻ കേട്ടു. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾക്ക് അന്നന്ന ദിവസത്തേക്ക് ഭക്ഷിക്കാനുള്ള അപ്പം ഞാൻ നൽകും. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. 6-ാം ദിവസം നിങ്ങൾ എടുക്കുന്നത് പാകപ്പെടുത്തി വെച്ച് കഴിയുമ്പം അത് 2 ദിവസത്തേക്കുള്ളതായിക്കോളും. അടുത്ത ദിവസം സാബത്താണ്. സാബത്തിൽ അവര് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി തലേ ദിവസം അടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണം കൂടി ക്രമപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരവലയം, സംരക്ഷണ വലയം നമുക്കിവിടെ കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ ഇസ്രായേൽ സമൂഹത്തെ പോലെ എത്രയേറെ അനുഗ്രഹങ്ങൾ കിട്ടിയാലും വീണ്ടും വീണ്ടും പിറുപിറുക്കുന്ന മനോഭാവം നമ്മളിൽ ഉണ്ടോ എന്ന് നാം തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. എത്ര നന്നാലും നന്ദി ദൈവമേ, സ്തുതി ദൈവമേ, നീ ചെയ്ത കരുണയ്ക്കായി നന്ദി, നീ ഓരോ ദിനവും പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി, ഇത് പറയാൻ നമുക്ക് പറ്റാതെ പോകുന്നില്ലേ? ദൈവം തരാത്തതായിട്ട് എന്തുണ്ട്? എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജന് ആരോടെങ്കിലും നമുക്ക് കടമയുണ്ടോ? ആർക്കെങ്കിലും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും പരിശോധിച്ചാൽ ദൈവം എല്ലാം സമൃദ്ധമായി തന്നുകൊണ്ടായിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകാൻ ഒരു പക്ഷേ ദൈവം അതനുവദിച്ചില്ലെന്ന് വരാം. പക്ഷേ നമുക്കാവശ്യമുള്ളതെല്ലാം തരുന്ന ദൈവം, തരുന്നതിന് മുമ്പ് തരാത്തതിനെക്കുറിച്ച് പിറുപിറുക്കുന്ന സമൂഹവും നമുക്ക് ആ പഴയ നിയമജനതയുടെ ഈജിപ്തിൽ നിന്നും കടന്നു വന്ന ആ ഇസ്രായേൽക്കാരുടെ മനോഭാവത്തിൽ നിന്ന് ഒന്ന് മാറി സഞ്ചരിക്കാൻ ശ്രമിക്കാം. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പരാതിയായിട്ട് നടക്കാതെ, ദൈവമേ നന്ദി നന്ദി, എനിക്ക് ഇന്നലെ നീ തന്ന എല്ലാ അനുഗ്രഹത്തിനായിട്ടും നന്ദി എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് തിരിച്ചു വരാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.